യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് യൂറോ യു എസ് ഡിയുടെയും അതുപോലെ GBP USDയുടെയും ഈ വീക്കിലേക്കുള്ള ഒരു അനാലിസിസുമായിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂറോ യു എസ് ഡിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, യൂറോ യു എസ് ഡിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂറോ യു എസ് ഡിയിൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് താഴോട്ടേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഏരിയ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടാണ് കറന്റ് താഴോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ടെക്നിക്കലി ഈ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ലോ ആണ്. സോ മാർക്കറ്റ് കറന്റ്ലി മാർക്കറ്റ് ഈ ഒരു ലോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. മാർക്കറ്റ് എന്ത് ചെയ്യും, ഇതിന് മുന്നായിട്ട് മാർക്കറ്റ് നമുക്ക് ഒരു പുൾ ബാക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ലോ ടാർഗറ്റ് ചെയ്യാനാണ് മോസ്റ്റ് പ്രോബബ്ലി ചാൻസ്. ഓക്കെ, സോ അതിന് മുന്നായിട്ട് നമുക്ക് ഡെയിലിയിൽ ഒരു ഡിമാൻഡ് ലെവൽ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഡിമാൻഡ് ലെവൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് ഡിമാൻഡ് മാർക്കറ്റ് ഇതുവരെ എന്ത് ചെയ്തില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് തൊട്ടടുത്തായിട്ട് എന്തുണ്ട്, ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ മാർക്കറ്റ് ഈ ഒരു വീക്കിലേക്ക് നമുക്ക് യൂറോ യു എസ് ഡിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ്ങിന്റെ ടാർഗറ്റ് ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ ഈ ഒരു ലിക്വിഡിറ്റി ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യാം, ഈ ഓരോ ലിക്വിഡിറ്റീസും കൂടെ നമുക്ക് ഒരു ഈക്വൽ ഹൈസ് വരും. മാർക്കറ്റ് എന്ത് ചെയ്യാം, മേ ബി ഈ ഒരു ഈക്വൽ ഹൈസ് വരെ മാർക്കറ്റ് എന്ത് ചെയ്യാം, വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിന് കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ആണ്. കാരണം ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് ലെവലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ലോങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതാണ് നമ്മൾ യൂറോ യു എസ് ഡിന്റെ കേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ നമുക്ക് ജസ്റ്റ് 4 hour ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ്ലി ഒരു ബിയറിഷ് മോഡിലാണ് മാർക്കറ്റ് കറന്റ് ഉള്ളത്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്യും, എന്തായാലും ടാർഗറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നായിട്ട് നമ്മളൊരു ലോങ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്കി ട്രേഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇനി പുൾ ബാക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ കഴിയും. സോ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷോർട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് കൺഫർമേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ലോങ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് യൂറോ യു എസ് ഡിന്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, GBP USD ന്റെ കേസ് നോക്കാം. ഓക്കെ, അപ്പൊ GBP USD നമുക്ക് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ലോ ആയിരിക്കും അടുത്ത ഒരു ടാർഗറ്റ് ഏരിയ. ഓക്കെ, ഈ ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഈക്വൽ ലോസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണാൻ കഴിയും. ഈ മാർക്കറ്റ് ഇൻ കേസ് ഇത് വരുന്നതിന്റെ മുന്നേ, ഈ ലിക്വിഡിറ്റി എടുക്കുന്നതിന് മുന്നേ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് 4 hour ടൈം ഫ്രെയിം കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സോ 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദ റേഞ്ച് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 4 hourൽ ഇവിടെ ഒരു ഡിമാൻഡ്, ഒരു ടെമ്പററി ഡിമാൻഡ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു ഡിമാൻഡും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്കുള്ള ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇവിടെ മേലെ ഒരു സ്ട്രോങ് FVGs കാണാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു FVGയിലേക്ക് മാർക്കറ്റ് പുൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും പുൾ ബാക്ക് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്ക് യൂറോ USD യിലും അതുപോലെ GBP USD യിലും കാണാനുള്ളത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ വീക്കിലേക്കുള്ള മേജർ ന്യൂസസും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. സോ ഈ വീക്കിൽ ഇന്ന് മാർക്കറ്റ് ഒരു ന്യൂസ് വരാണ്ട് 8:30. അതിന് ശേഷം നമുക്ക് അടുത്ത മേജർ ആയിട്ടുള്ള ന്യൂസസ് നമുക്ക് 6-ാം തീയതി നമുക്ക് ഒരു ന്യൂസ് വരാണ്ട് മേജർ ആയിട്ടുള്ള USDക്ക്. ഓക്കെ,
അതുപോലെ അടുത്ത 7-ാം തീയതിയും നമുക്ക് ഒരുപാട് ന്യൂസസ് ഉണ്ട്. USDന്റെ കേസിൽ ഇത് അത്ര ഒരു മേജർ ആയിട്ടുള്ള ന്യൂസ് അല്ല. ഈ ഒരു ഓറഞ്ച് ഫോൾഡേഴ്സ് അത്ര ഒരു മേജർ ഇമ്പോർട്ടൻ്റ് അല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് റെഡ് ഫോൾഡർ ന്യൂസ് ആയിരിക്കും. ഓക്കെ, സോ എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് ട്യൂസ്ഡേയിൽ ഒരു മേജർ ന്യൂസ് കാണാൻ കഴിയും, അതുപോലെ ഫ്രൈഡേയും കാണാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ന്യൂസ് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ടൈമും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എസ്പെഷ്യലി ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ഒരു ടൈം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ന്യൂസിന്റെ മുന്നേ ട്രേഡ് എടുക്കേണ്ട, ന്യൂസ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു 50 to 20 മിനിറ്റ്സിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. ന്യൂസിന് മുന്നായിട്ട് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഒരു മാനിപ്പുലേഷനിൽ നമ്മൾ പെടാനുള്ള ഒരു ചാൻസ് ഉള്ളത്. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മളിവിടെ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതലായിട്ട് അറിയാനും താല്പര്യമുള്ളവർ നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. സോ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.